ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. ആൻഡ് ഫസ്റ്റ് തന്നെ ഒരു ഇല്ലസ്ട്രേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ബിലോ is an illustration of experimental setup with pure water and salt water separated by a semi-permeable membrane. Observe the direction of flow of water molecule and answer the given question. ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും അർദ്ധധാരസ്തരം കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന പരീക്ഷണ സംവിധാനത്തിന്റെ ചിത്രീകരണമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ജലതന്മാത്രകളുടെ ഒഴുക്കിന്റെ ദിശ നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? വിസിബിൾ ആണെങ്കിൽ ഉഷാർന്ന് കഴിച്ച് കാണിച്ചേ. അപ്പോൾ സിമ്പിൾ ആണ്. ഇത്രയും വലിയ പാരഗ്രാഫ് കൂടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെയാണ് ചോദ്യം വരുന്നത്. ഏതാണ്? വിച്ച് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഏത് പ്രോസസ്സിനെയാണ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിച്ചിരിക്കുന്നത്? ദെൻ ആ ഒരു പ്രോസസ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് നടക്കുന്നത് എന്നൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ പ്രോസസ്സ്, അതായത് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എന്താണ് ആ പ്രോസസ്. ഇവിടെ നമ്മളൊരു പ്രോസസ്സ് കണ്ടുപിടിക്കും, അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാർന്ന് കഴിച്ച് കാണിച്ചേ. ഓക്കെ, പ്രോസസ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്ക്, ടോട്ടൽ 3 മാർക്കാണ് ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 2 മാർക്സ് ഈച്ച് ആണ്, ടോട്ടൽ 4 മാർക്കാണ് രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ? അടുത്തത് ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് കാരിയർ പ്രോട്ടീൻ, ചാനൽ പ്രോട്ടീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടത്തെ പ്രോട്ടീൻ ഏതായിരിക്കും എന്നുള്ളതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എഴുതേണ്ടത്. ദെൻ ഇവിടെ എനർജി നോട്ട് റിക്വയർഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആവശ്യമില്ല. സോ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ ആയിട്ട് സോൾട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വാട്ട് വിൽ ബി ദ എക്സാമ്പിൾ ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയാണ് നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. നമുക്കറിയാം എന്താണ് ഓസ്മോസിസ്. ഓസ്മോസിസ് is the movement of the water molecule from a region of its higher concentration to a region of its lower concentration through a semi-permeable membrane. ജലം കോശത്തിനകത്തെ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. സോ ഓസ്മോസിസ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്, അതിന് എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. ഓക്കെ, കൃത്യമായി നോക്കി മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ certain carrier protein using energy from ATP from their lower concentration to higher concentration. ATPയിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകളെ അവയുടെ താഴ്ന്ന സാന്ദ്രതയിൽ നിന്ന് ഉയർന്ന സാന്ദ്രതയിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. Then same as facilitated diffusion എന്താണ്? It is the process by which the molecule or ions move from their region of higher concentration to the lower concentration. This process does not require energy, take place with the help of certain proteins in the plasma membrane. തന്മാത്രകളോ അയോണുകളോ അവയുടെ ഉയർന്ന സാന്ദ്രതയിൽ നിന്ന് താഴ്ന്ന സാന്ദ്രതയുള്ള പ്രദേശത്തേക്ക് നീങ്ങുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഈ പ്രക്രിയയ്ക്ക് ഊർജം ആവശ്യമില്ല. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാലും മതിയായിരിക്കും കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 15 ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആ ഒരു ഫിഗറിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഉണ്ട്. അതായത് the process does not require energy, take place with the help of certain proteins in the plasma membrane എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഓരോന്നിനും 2 മാർക്ക് വീതം. രണ്ടാമത്തെ ചോദ്യത്തിന് 4 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക. Then moving on to our third question. അകത്ത് പറയുന്നത് ടേബിൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ABC എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയാൽ മതി. എ എന്ന് പറയുന്നത് കാരിയർ പ്രോട്ടീൻ ആണ്, വാഹക പ്രോട്ടീൻ. എനർജി
റിക്വയർഡ് ആണ്, അതായത് ആവശ്യമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. ദെൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ എക്സാമ്പിൾസ് ഗ്ലൂക്കോസ് ആൻഡ് അയോൺസ്, ഗ്ലൂക്കോസുകൾ അയോണുകൾ. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മാർക്ക് പേജിൻ്റെ ടോപ്പിൽ എഴുതുക.